പസഫിക് മേഖലയിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നീക്കങ്ങൾക്കെതിരെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയിൽ അമേരിക്കൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതും ഉത്തര കൊറിയയുടെ താൽപ്പര്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതുമാണ്. അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഒരു മറുപടി കൊടുക്കാനായി തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഉത്തര കൊറിയൻ ഭരണാധികാരി ആധുനിക ആസ്തികൾ സജ്ജമാക്കുകയും കൂടുതൽ സൈനിക നടപടികൾ വികസിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തതായാണ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്യുന്നത്. കൊറിയൻ ഉപദ്വീപിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾക്ക് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളാണ് പൂർണ്ണമായും ഉത്തരവാദിയെന്ന് കിം ജോങ് ഉൻ പറഞ്ഞു. വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ 80ാം സ്ഥാപക വാർഷികത്തിന് മുന്നോടിയായി നടന്ന ഒരു സൈനിക പ്രദർശന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ആ മേഖലയിലെ ഞങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യവും വർദ്ധിച്ചു വരികയാണ്. അതനുസരിച്ച് ഞങ്ങളും മതിയായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എല്ലാവിധ സൈനിക സാമഗ്രികളും വാങ്ങിവച്ചിട്ടുമുണ്ട് എന്നും കിം ജോങ് ഉൻ വ്യക്തമായി പറഞ്ഞു. അമേരിക്കൻ സൈനിക വിന്യാസത്തിലൂടെ ഉണ്ടാകുന്ന ഏത് പ്രകോപനത്തെയും നേരിടാനുള്ള കരുത്ത് ഇപ്പോൾ ഉത്തര കൊറിയയ്ക്കുണ്ടെന്നാണ് ഈ പ്രസ്താവനയിലൂടെ കിം ജോങ് ഉൻ പരസ്യമാക്കുന്നത്. ബാഹ്യശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ലെന്ന് ശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് ശക്തമായ പ്രഹരം നൽകുന്നതിനും വേണ്ടി ഉത്തര കൊറിയ കൂടുതൽ സൈനികമായ നടപടികൾ ഇനിയും വികസിപ്പിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അമേരിക്കൻ സൈനിക ശേഷിയുടെ വർധനവ് ഉത്തര കൊറിയയുടെ പ്രതിരോധ തന്ത്രങ്ങളെ കൂടുതൽ മൂർച്ചയുള്ളതും പ്രഹരശേഷിയുള്ളതും ആക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ആഗോളതലത്തിലെ അമേരിക്കയുടെ ആധിപത്യത്തിനെതിരെ ഉത്തര കൊറിയ നിലകൊള്ളുന്നത് ഒറ്റക്കല്ല, മറിച്ച് ശക്തമായ ചില സഖ്യങ്ങളിലൂടെയാണ്. അടുത്തിടെ റഷ്യയുമായുള്ള സൈനിക ബന്ധം ഉത്തര കൊറിയ ശക്തമാക്കിയതായി ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. സൈന്യത്തെയും പീരങ്കികളെയും അയച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഉക്രൈനിലെ യുദ്ധത്തിന് ഉത്തര കൊറിയ വളരെയധികം പിന്തുണ നൽകിയിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഉത്തര കൊറിയയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് തെളിവാണ് ഇത്. ഇതുകൂടാതെ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കിം ജോങ് ഉൻ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈനിക പരേഡിൽ പങ്കെടുക്കാൻ ചൈനീസ് നേതാവ് ഷീ ജിൻ പിങ്ങിനും പുടിനും ഒപ്പം ചൈനയിലേക്ക് യാത്ര ചെയ്തതും വളരെ ശ്രദ്ധേയമായിരുന്നു. സ്വയം പ്രതിരോധത്തിനുള്ള ഉത്തര കൊറിയയുടെ അവകാശമാണ് കിം ജോങ് ഉന്നിൻ്റെ വാക്കുകളിലൂടെ ലോകം ഇപ്പോൾ കേൾക്കുന്നത്. ദക്ഷിണ കൊറിയയെ കളിപ്പാവയാക്കി വെച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന സൈനിക ശക്തി പ്രകടനങ്ങൾ ആ മേഖലയുടെ സമാധാനത്തിന് ഗുരുതരമായ ഭീഷണി തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സൈനിക നടപടികൾ വികസിപ്പിക്കാൻ ഉത്തര കൊറിയ തയ്യാറായത്. ഒരു കാലത്തും ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അമേരിക്കൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി കിം ജോങ് ഉന്നും അതേപോലെ ചെയ്യുന്നുണ്ട്. ഉത്തര കൊറിയയുടെ പ്രതിരോധ ശേഷി മുമ്പില്ലാത്ത വിധം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. സാമ്രാജ്യ ശക്തികളുടെ വെല്ലുവിളികൾ അതേ നാണയത്തിൽ നേരിടുന്നവരാണ് ഉത്തര കൊറിയ എന്ന രാജ്യവും കിം ജോങ് ഉൻ എന്ന അവരുടെ നേതാവും.